അക്കൂസ് വേൾഡ് അർപ്പക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കിട്ടിയ മഞ്ഞക്കൂരിയെ ഒന്ന് വെട്ടി കറി വെക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മഞ്ഞക്കൂരി നമുക്ക് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പും കുടംപുളിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുത്താൽ നന്നായിട്ട് ഇത് വെളുത്ത് കിട്ടും. അപ്പോൾ വെട്ടിയിട്ട് നമുക്കിത് കറിയാക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും പുളിയും കൂടെ തിളപ്പിച്ച വെള്ളത്തിലാണ് ഒന്ന് തേച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ ഈ വഴുവഴുപ്പൊക്കെ ഉണ്ട്, മഞ്ഞക്കൂരിക്ക് നന്നായിട്ട് വഴുവഴുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് കളയാൻ വേണ്ടിയാണ്. കുറേ ഇട്ട് തേക്കണം, എന്നാലേ നന്നായിട്ട് വെളുക്കുള്ളൂ. എത്ര നന്നായിട്ട് വെളുപ്പിക്കാവോ അത്രയും നന്നായിട്ട് മഞ്ഞക്കൂരി വെളുപ്പിക്കണം. അതതിൻ്റെ ഉളുമ്പാണ്. നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്, ഇനിയും കുറച്ചും കൂടി വെളുക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നന്നായിട്ടൊന്ന് വെളുപ്പിച്ചെടുത്തത്. നല്ല അര ഉള്ള സ്ഥലത്ത് വെച്ച് വേണം മഞ്ഞക്കൂരി തേച്ചെടുക്കേണ്ടെന്നെങ്കിൽ അര ഉള്ള കല്ല് വേണം. ഇതിപ്പോൾ ഞാൻ വർക്കേരിയക്കകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ മീനൊക്കെ തേക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല അര ഇട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഇട്ട് തേച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് കല്ലിൽ ഇച്ചിരി ഉപ്പ് പൊടി ശകലം ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തേച്ചെടുക്കണം. ഏത് മീനാണെങ്കിലും നമ്മൾ ഗോതമ്പ് പൊടി ഇച്ചിരി ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് തേച്ചെടുത്താൽ നന്നായിട്ട് വെളുത്ത് വരും, ഉളുമ്പ് പോകും. ഗോതമ്പ് പൊടി ഇട്ട് നമ്മൾ അപ്പോൾ മിക്കവർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർ നാരങ്ങാനീരിടും മീൻ വെട്ടി തേച്ച് കഴുകി കഴിയുമ്പോൾ. ഇത് നമ്മൾ കൂരിക്കൊക്കെ നല്ല ഉളുമ്പുണ്ടല്ലോ, അപ്പം നല്ലോണം ഇത് വെളുക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഞാനിത് ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി കുടംപുളി ഉപ്പ് എല്ലാം കൂടെ തിളപ്പിച്ച് ആ വെള്ളത്തിൽ നന്നായിട്ട് തേച്ചെടുത്തു. പിന്നെ ഇപ്പോൾ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് നന്നായിട്ട് തേച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി ഗോതമ്പ് പൊടി ഉപ്പും കൂടി ഇട്ട് തേച്ചെടുക്കുവാണ്. തലഭാഗം കൂടെ നന്നായിട്ട് വെളുക്കാനുണ്ട്, അവിടെ കൂടെ വെളുത്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ബാക്കിയൊക്കെ ഇത് നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. തലയുടെ ഭാഗം കൂടെ തേച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് കണ്ടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ മീനൊക്കെ മുറിച്ച് ഒന്നും കൂടെ ഞാനൊരു ശകലം ഗോതമ്പ് പൊടിയും ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കുവാണ്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അതൊക്കെ ഉളുമ്പൊക്കെ ഒന്ന് മാറാൻ. കാരണം ആറ്റുമീനല്ലേ, ആറ്റുമീൻ എന്തായാലും നല്ല ഉളുമ്പുണ്ട്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും നന്നായിട്ട് കഴുകിയാലേ ഉള്ളൂ, കുറേ പ്രാവശ്യം കഴുകിയാലേ ഇത് തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ ഞാനതിന് ഈ ഗോതമ്പ് പൊടിയൊക്കെ 2-3 പ്രാവശ്യം ഇട്ട് ഇങ്ങനെ കഴുകുന്നത്. അപ്പം നമ്മുടെ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയാക്കാം കേട്ടോ. ഹലോ, അപ്പം നമ്മൾ ഇപ്പം വെട്ടി തേച്ച് കഴുകിയ നമ്മുടെ മഞ്ഞക്കൂരി മപ്പാസ് വെക്കാൻ പോവാണ്. അപ്പം അതിന് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് ചേർക്കേണ്ടത് മീൻ വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മപ്പാസ് വെക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി 2 ചെറിയ തക്കാളി തൊലി കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ കറിവേപ്പില. തക്കാളി ചേർക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാരണം മഞ്ഞക്കൂരി ഒരു മീഡിയം സൈസുള്ള ഒരു മഞ്ഞക്കൂരി ആയിരുന്നു. പിന്നെ അതിന് ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വല്പം മുളക് പൊടി വേണം, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ 1 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പോവാണേ. ഞാൻ ഉലുവയുടെയും കടുകിൻ്റെയും കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഉലുവയും കടുകും ഇടുന്നുണ്ട് കേട്ടോ. ചട്ടി എണ്ണ
ചൂടായി കഴിയുമ്പോഴത്തേനും ഉലുവയും കടുകും പൊട്ടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഉലുവ ഒത്തിരി വേണ്ട. മപ്പാസിന് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ ഒരുപാട് ഉലുവ വേണ്ട, കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നു. കൂടെ തന്നെ കടുകും ഇട്ട് കൊടുക്കണം. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി വെളുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇത് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കൊച്ചുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ മപ്പാസ് വെക്കുമ്പം കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. സവോള ചേർക്കുമ്പോഴത്തേനും മധുരം ഉണ്ടാവും. അതുകൊണ്ട് സവോള ചേർക്കാതെ കൊച്ചുള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഈ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴരണം. തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചായിരുന്നു അത് കൂട്ടി വെച്ച്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരും. അപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ വേറൊരു പാൻ വെച്ചിട്ട് ഈ മസാലയൊക്കെ ചേർക്കേണ്ട മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഒന്ന് പച്ചമണം മാറാനായിട്ട്. അപ്പം ഞാൻ ഈ തീ ഓഫ് ചെയ്തു. കാരണം നന്നായിട്ട് പാൻ ചൂടായി. അപ്പം ഞാൻ ഈ മസാലകൾ ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു മപ്പാസിനായതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മീറ്റ് മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി നമുക്ക് ഏറെ വേണം ഇതിന്. കുരുമുളക് പൊടി ഞാൻ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാവർക്കും എരിവനുസരിച്ച് ചേർത്താൽ മതി. ഞാനിതൊന്ന് ഗ്യാസ് കത്തിക്കുവാണ്. ഗ്യാസ് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഗ്യാസ് തീ ഓഫ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ വഴറ്റി വെക്കുന്ന നമ്മുടെ
തക്കാളി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉണ്ടോ, നല്ല കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചേർത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഞാനിതിലേക്ക് ഒന്നിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കും. ഒരു ശകലം വെള്ളം ചേർക്കുവാണേ, കാരണം നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു ശകലം വെള്ളം ഒന്ന് ചേർത്ത് ഇതൊന്ന് മസാലയൊന്ന് അയഞ്ഞ് വരാനായിട്ട് ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂടെയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നത്. ഉപ്പ് കൈ കൊണ്ടിടുന്നതാണ് എനിക്ക് പാകം, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം സ്പൂണും കൊണ്ട് ഇട്ടാൽ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഒരു ഏകദേശം ഒരു നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശകലം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്, നനഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ നമ്മുടെ മസാല ഏകദേശം കൂട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒന്നാം പാലവിടെ വെച്ചിട്ട് രണ്ടാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടാം പാൽ ഇത് ഇത്രയുണ്ട് ഉണ്ടോ, ഈ ഒരു ബൗളിന് ഇത്ര ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞക്കൂരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ, നന്നായിട്ട് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പാലിനകത്താണ് മീൻ വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ മീൻ കഷ്ണം നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കുക. ഈ മഴക്കാല സമയത്തൊക്കെ ഈ ആറ്റുമീന് ഇപ്പോൾ ഏറ്റവും നല്ല രുചിയുള്ള സമയമാണ്. അപ്പം മിക്കവരും ഈ മഞ്ഞക്കൂരി ഇങ്ങനെയുള്ള സാധനങ്ങൾ, വാള, കൂരി, പിന്നെ പുല്ലൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറി വെക്കുന്ന സമയമാണ്. നമ്മൾ മഞ്ഞക്കൂരി വെച്ചാൽ ഞങ്ങളിവിടെ കൂടുതലും ഇങ്ങനെ മപ്പാസ് വെക്കും, അല്ലെങ്കിൽ വറക്കും. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇത് പറയാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മഞ്ഞക്കൂരി ഇന്നലെ എൻ്റെ ഹസ്ബൻഡും മോനും കൂടെ ചൂണ്ടയിട്ടതാണ് കേട്ടോ. അങ്ങനെ കിട്ടിയത്, നമ്മൾ വിലയ്ക്ക് മേടിച്ചതല്ല, ചൂണ്ട ഇട്ടതാണ്. പക്ഷെ ഞങ്ങൾ അത് ആദ്യം തൊട്ടേ ചൂണ്ടയിൽ മീൻ പിടിക്കുന്നത് തൊട്ടേ എടുക്കണമെന്ന് ഓർത്തതാണ്. പക്ഷെ അത് നടന്നില്ല, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെയല്ല അവർ ഒരു 7:30 വൈകുന്നേരം ഒരു 7:30 സമയമൊക്കെ ആയപ്പോഴാണ് ചൂണ്ട ഇട്ടത്. അപ്പോൾ അങ്ങനെ സാധാരണ പെട്ടെന്ന് അങ്ങനെ മീൻ കിട്ടാറില്ല. പക്ഷെ ഇന്നലെ ഇട്ടപ്പോഴേ അങ്ങ് മീൻ കിട്ടി. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി അങ്ങനെ ചൂണ്ട ഇടുന്ന സമയത്ത് ചൂണ്ട ഇടുന്നത് തൊട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പം ഒന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. മഞ്ഞക്കൂരിക്ക് അധികം വേവില്ല, അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് വേകട്ടെ. അപ്പോൾ ഇത് ഒന്ന് മീനിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം പുളി മുമ്പേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തക്കാളി ചെറിയ തക്കാളി, അപ്പോൾ ഒന്ന് പുളി ഒന്ന് മീനെ പിടിക്കണം. അപ്പോൾ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നടക്കുവാണ്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടായിട്ടുണ്ട് മീൻ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ചേരുവകളെല്ലാം പിടിച്ച് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ വെച്ചിരുന്ന ഒന്നാം പാൽ ഇച്ചിരിയേ ഉള്ളൂ, നമുക്കറിയാമല്ലോ. രണ്ടാം പാലാണ് കൂടുതൽ. ഒന്നാം പാൽ നമ്മൾ ശകലം ഉള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് പിരിഞ്ഞു പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. വേണ്ട, നല്ല മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ.
പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഒന്ന് ചേർത്ത് വാങ്ങുവാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. അപ്പം നമ്മുടെ മഞ്ഞക്കൂരി മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെയും കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ, വൈകിട്ടൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ, ആ ചപ്പാത്തിയുടെയോ ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഒരു എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. മഞ്ഞക്കൂരി കിട്ടുന്നവരെല്ലാം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക, ഇതുവരെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെയാണോ മഞ്ഞക്കൂരി മപ്പാസ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അക്കൂസ് വ്ലോഗ് ആർപ്പൂക്കര എന്ന ഈ വീഡിയോ ഫുള്ള് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.